ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ചൂട് ചോറിൻ്റെ ഒന്നിച്ച് കൂട്ടി കഴിക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. അപ്പം നമ്മുടെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള തോരൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റും അതുപോലെ തന്നെ കോവയ്ക്കയുമാണ്. അപ്പോൾ ഈ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ കോവയ്ക്കയും വളരെ ചെറുതാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടും ഈക്വൽ അളവിൽ വേണം എടുക്കാനും കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടിയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കോവയ്ക്കയും അതുപോലെ തന്നെ ക്യാരറ്റും നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി കട്ട് ചെയ്തിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 പച്ചമുളകും പിന്നെ 2 ഇല്ലി കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഒന്നിച്ച് തന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. അരമുറി തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മൾ എത്ര ആഡ് ചെയ്യുന്നു അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി നമുക്കിതുപോലത്തെ ഒരു മൺചട്ടിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈ പാനോ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ അത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അത്ര കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. ആ കടുക് നല്ലപോലെ തന്നെ ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഒരു കരിവേപ്പിലയും പിന്നെ പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ ഒരു സവോളയും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കുക കേട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ കോവയ്ക്കയുമാണ്. അപ്പോൾ നമ്മളിത് ആദ്യം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നല്ല പോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെന്ത് കിട്ടില്ല. നിങ്ങൾ കുറച്ച് വലിയ സൈസിലാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുക. പക്ഷേ ഇതുപോലെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കുറച്ചും കൂടി കൂടുതലുണ്ടാകുക. ഇനി നമുക്കിതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കണം. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ടേസ്റ്റിന് കണക്കായിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണിൻ്റെ അത്ര ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പിങ്ക് സാൾട്ടാണ് യൂസ് ചെയ്യൽ, അതാണ് നമുക്ക് ഒന്നും കൂടിയും ഹെൽത്തിന് നല്ലത് കേട്ടോ. ഇനി നമ്മൾ ഒന്നും കൂടിയും ഈ ഒരു ഉപ്പ് എല്ലാ ഭാഗത്തും ആകുന്ന പോലെ നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു ലേശം വെള്ളം, അതായത് ഒരു 1/4 ഗ്ലാസിൻ്റെ അത്ര വെള്ളം, കറക്റ്റ് അളവ് പറയണമെന്നുണ്ടെങ്കിൽ 60 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വേകാൻ വേണ്ടി വെക്കുന്നുണ്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേന് നമ്മളെ ക്യാരറ്റും കോവയ്ക്കും നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളത്തിൻ്റെ അളവ് ഒട്ടും കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തോരൻ്റെ ടേസ്റ്റ് നല്ല പോലെ തന്നെ മാറ്റം ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് മാത്രമേ വേവിച്ചെടുക്കേണ്ടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് നേരത്തെ ചിരവി വെച്ച ആ ഒരു തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു തോരൻ ചോറിൻ്റെ ഒന്നിച്ച് മാത്രമല്ല ചപ്പാത്തിക്കും അതുപോലെ തന്നെ ദോശക്കും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് നിങ്ങൾ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് അവർ ലഞ്ച് ബോക്സിലെല്ലാം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും കഴിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. ഇനി നമുക്കിത് 2 മിനിറ്റും കൂടി ഒന്ന് അടച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ആവി കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ 2 മിനിറ്റ് ഏകദേശം ആയി കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ തന്നെ ആവി കയറി നമ്മളെ തോരൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി തോരനാണിത്. ചൂട് ചോറിൻ്റെ ഒന്നിച്ച് നമുക്ക് വേറൊരു കറിയും ഇല്ലാതെ ഇത് മാത്രം കൂട്ടി കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായും ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി ഇതേപോലെ ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.